ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ടപ്പോൾ ഇപ്പോൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയിൻ്റെ രണ്ട് ഫ്രണ്ട്സ്ക്ക് മാരേജ് അതായത് ഇന്ത്യൻ സിസ് മാരേജ് ഹീറോയിൻ്റെ രണ്ട് ഫ്രണ്ട്സ് കയറിയായിരുന്നു മച്ചി ഞങ്ങൾക്ക് മാരേജ് എന്നാ മാരേജ് നടക്കും ഒന്നും നടക്കില്ല രണ്ട് ഗേൾസോട് പറയായിരുന്നു ഹീറോയിൻ എന്താ ഒന്നും നടക്കില്ല എന്ന് പറയായിരുന്നു ഹീറോയിൻ ചിരിച്ചിട്ട് പറയായിരുന്നു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു അവർ ബിസി ഉണ്ട് അവർക്ക് ബിസിനസ് ട്രിപ്പ് പോകുന്നുണ്ട് അവർക്ക് എന്ന് പറഞ്ഞ് ഹീറോയിൻ പറയായിരുന്നു ശരി ഓക്കെ എന്ന് പറയായിരുന്നു ആരായിട്ട് കല്യാണ പെണ്ണ് റെഡി ആയിട്ട് വന്ന് ജിമ്മിൻ്റെ അടുത്ത് വന്ന് ജിമ്മിൻ്റെ അടുത്ത് വന്ന് ജിമ്മിൻ്റെ പാർട്ട്ണർ വീൻ്റെ പാട്ട് വന്നിരുന്നു പൂജ വന്നിരുന്നു പൂജ മുറയ്ക്കായിരുന്നു പൂജ അതുമാത്രമല്ല കീർത്തിയും പൂജ വന്ന് മുറയ്ക്കായിരുന്നു ആനായിട്ട് അതെ പൂജക്ക് മുറയ്ക്കായിരുന്നു അതെ പൂജ എന്നിട്ട് മുറയ്ക്കായിരുന്നു അതെ പൂജക്കും അതെ ഇപ്പം പൂജ മോർക്കായിരുന്നു പൂജ മോൻ പറഞ്ഞ ഇന്ത്യ ഹിന്ദു ഡാഡി ക്രിസ്ത്യൻ അങ്ങനെ പൂജ എന്ന നിക്നെയിമാണ് ഡാഡി മാത്രം ഇട്ടതാണ് ശരിക്കും പേര് അനു എന്ന് ഇരിക്കായിരുന്നു അനു ഇരുന്നു അതെ പൂജ എന്ന നിക്നെയിമാണ് പൂജ പറഞ്ഞ അനു എന്ന പേരാണ് അത് അനു ഇരുന്നു വീണ് മുറക്കായിരുന്നു അനുവിന് സമാധാനമാക്കിയായിരുന്നു അതെ അതായിട്ട് നമ്മളിപ്പോൾ ആരോടെ ജിമ്മിൻ്റെ പാർട്ട്ണർ ജിമ്മിൻ്റെ അടുത്തിരുന്നായിരുന്നു ജിമ്മിൻ നോക്കായിരുന്നു ഹായ് എന്ന് പറയുന്നു വീൻ്റെ അടുത്ത് അനു ജിമ്മിൻ്റെ അടുത്ത് ശ്വേത നോക്കിയിരുന്നു മുറയ്ക്കായിരുന്നു എന്ന് ശ്വേത പറഞ്ഞ ജിമ്മിൻ്റെ പേരും അനു പറഞ്ഞ വീൻ്റെ പേര് അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് മാരേജായി പിന്നെ കുറേ മാരേജായി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അതിന് അനു പറയായിരുന്നു എനിക്കൊരു അനുവിൻ്റെ പാർട്ട്ണർ കേട്ടായിരുന്നു എനിക്കതിനപ്പാ പൂജാൻ്റെ നെയിം അനുവിൻ്റെ പാർട്ട്ണറുടെ പേരെന്താണ് വി കേൾക്കായിരുന്നു നിനക്ക് നീ പൂജ അത് എൻ്റെ സ്റ്റേജ് നെയിം നിനക്ക് എങ്ങനെയാ സ്റ്റേജ് അതേമാതിരി എനിക്ക് സ്റ്റേജ് നിനക്ക് എന്താ സ്റ്റേജ് അത് അയ്യോ എങ്ങനെ ഞാൻ ഇവനോട് പറയാ ഞാൻ ഒരു റൈറ്ററാണ് അത് എങ്ങനെ ഇവനോട് പറയാ എൻ്റെ മനസ്സിലുള്ള ഒരു കഥ തുടങ്ങിയായിരുന്നു അതിന് വി കേൾക്കായിരുന്നു എന്താ നിനക്ക് ആ പേര് ഒന്നില്ല എന്ന് പറഞ്ഞ് അപ്പം അതിലൊരു കുട്ടി അത് പറയായിരുന്നു അത് ഇംഗ്ലീഷ് ഓൾറെഡി വീക്ക് തമിഴ് ഹീറോയ്ക്ക് വീക്ക് മോളെ കുറച്ച് മലയാളം അറിയും അതുകൊണ്ട് അത് കുട്ടി പിസാസി അതില്ലപ്പാ അത് ഇംഗ്ലീഷിൽ പറയാറുള്ളത് ഇവിടെ എഫ് വെച്ചിട്ടുണ്ട് അങ്ങനെ സ്റ്റോറി ചെയ്ത് കൊടുക്കുക നിങ്ങളെ വയസ്സാണ് അതുകൊണ്ട് നിങ്ങളെ ലവ് സ്റ്റോറി നിങ്ങൾ ഇങ്ങനെയായിട്ട് കുറേ സ്റ്റോറി കൊടുത്തിട്ടുണ്ട് എഫ് നെയിം പറയാറുള്ളൂ ആരായിട്ട് ഇപ്പോൾ പാല് ഇതെല്ലാം റൂം പോകുന്നത് വീ നോക്കുമായിരുന്നു എന്താ പറയാ അനം വീ ടൈറ്റ് അടിച്ച് നോക്കുക വീക്ക് ഷാക്കർ എന്താ മാഫിയ എന്തെല്ലാം കൊടുത്തിട്ട് വീക്ക് എല്ലാം കഥ കേട്ട് വീക്ക് കഥറായത് എന്താ പുതിയ സ്റ്റോറിയാ ഓഹോ ഇവള് ഫാനുകള് അപ്പം ജിമ്മിൻ്റെ പാർട്ട്ണർ എന്താ പേര് ശ്വേത അപ്പോൾ ശ്വേത റൂമുക്ക് വന്നായിരുന്നു ശ്വേത അങ്ങനെയായിട്ട് ശ്വേത കൂടെ ഇങ്ങനെ അവർ സംസാരിക്കുകയായിരുന്നു ശ്വേത അത് എന്ന് പറയുന്നു അപ്പം ശ്വേത നോക്കി മുറക്കായിരുന്നു എന്താ കുറച്ചായിട്ട് ജിമ്മിൻ്റെ ഒരു മൊത്തക്കാരെ പറഞ്ഞു ശ്വേത ഒരു റൈറ്ററാണ് ഓൾറെഡി ആ കുട്ടി പറയായിരുന്നു അതുകൊണ്ട് ജിമ്മിന് നോക്കും ജിമ്മിനിക്ക് ഷാക്ക് എന്താ എന്ന് ജിമ്മിന് ഇപ്പോൾ ശ്വേത മുറക്കായിരുന്നു ശ്വേത പറയായിരുന്നു ഒന്നില്ല എന്ന് പറയുന്നു ശ്വേത നോക്കി ജിമ്മിന് മുറക്കായിരുന്നു ഒന്നില്ല എന്ന് പറയുന്നു ശരി ഓക്കെ നമ്മളത് സ്റ്റോറി കൊടുത്ത മോശമില്ല വേറെ ആർത് കൊടുത്ത് ബാക്കി വെക്കാൻ അത് ശ്വേതന് വെറുത്തായിരുന്നു ചെറിങ് എന്ന് പറയായിരുന്നു അങ്ങനെയായിട്ട് അതെ നമ്മൾ ഹീറോയിനെ നോക്കായിരുന്നു ഹീറോയിൻ അങ്ങനെ ജങ്കുക്ക് യഥാർത്ഥ വന്ന ഹീറോയിട്ട് ഫോൺ ലാപ്ടോപ്പിൽ മെസ്സേജ് വന്ന് ലാപ്ടോപ്പിൽ നോക്കുക ഹീറോയിൻ എഫ് കൊടുക്കുകയാണ് എന്തൊരു ചാനൽ എന്ന് പറഞ്ഞു ഹീറോയിൻ ജങ്കുക്ക് വായിക്കുകയോ ചെയ്തു എന്താ സ്റ്റോറി എന്ന് പറഞ്ഞു ജിമ്മിന് വീൻ്റെ ജങ്കുക്ക് ഒരു കോൾ ചെയ്ത് പറയുന്നത് ജങ്കുക്ക് ടെൻഷനായിരുന്നു ശരി ഇവിടെ വെച്ച് ശരിയാ അങ്ങനെ നൈറ്റായിരുന്നു അങ്ങനെ രണ്ടുപേരും അവർ വൈഫിന് വെച്ച് ഭയങ്കര ടോർച്ചർ ഹീറോ എന്തിടാ നടക്കണേ ഞങ്ങൾ കുറിച്ച് എന്താടി ഇത് വെറുതായതാ അയ്യോ ഒന്നില്ല അവർ ഭയങ്കര കഥറാ തുടങ്ങിയായിരുന്നു രാവിലെ ഹീറോയിൻ്റെ മമ്മിയും അതായിട്ട് ബാക്കി ദിവസം മമ്മിയല്ല ഇവരെന്താ 3 പേർക്ക് എന്ത് പറ്റി ഒരു ശബ്ദവും ഇല്ല നൈറ്റ് ആകുമ്പോൾ എല്ലാ കള്ളമെന്ന് പറയും വരായിരുന്നു അവർ ഫുഡ് എടുത്തിട്ട് റൂമിൽ പോകും വീട്ടേഴ്സ് മുമ്പ് അല്ല 3 പേർ അവർ വൈഫിൻ്റെ റൂമിൽ പോയി ഫുഡ് വരെ കൂട്ടിയിട്ട് വരും പിന്നെ വെളിയിൽ വരില്ല ഇത് മമ്മിക്ക് ശരി നടക്കട്ടെ അല്ല ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങി ഇപ്പോൾ അവർ കൊറിയയിലുള്ളത് അപ്പോൾ കൊറിയയിൽ ഇപ്പം ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി അവർ 3 പേർക്ക് ബേബീസ് ജനിച്ചു അതെ 3 പേർക്ക് പറഞ്ഞ ബോയ് ബേബി
മൂന്ന് പേർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല, നമ്മൾ നാട്ടിൽ പോയി കുറച്ച് നാൾ ഇവർക്ക് ടോർച്ചർ ചെയ്യണം എന്ന് പറഞ്ഞ 3 പേഴ്സ് പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. ബേബീസ്ക്ക് ഇപ്പോൾ അതെ ബേബീസ് വളർന്നതായി. മോം എന്താ ആ ഞാൻ പോവാം എന്ന് പറഞ്ഞു. ബേബീസ് കയറി മോം എനിക്ക് സ്കൂളുണ്ട് ഡാഡി ഒന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഒരു പാക്കപ്പ് ചെയ്ത് അവർ എസ്കേപ്പായി. അല്ല ജങ്കുക്ക് വന്ന് നോക്കുക, ജങ്കുക്ക് വന്ന് ബേബി എന്നിട്ട് ഡാഡി മമ്മി എസ്കേപ്പായി. അതാണ് പറഞ്ഞേ. ഗ്രാൻഡ് വീട്ടിൽ പോയി. ജങ്കുക്ക് ടെൻഷനായിരുന്നു. പിന്നെ ജിമ്മിൻ്റെ ബേബി ജിമ്മിൻ്റെ ബേബി വീൻ്റെ ബേബി ഇത് ജങ്കുക്ക് എൻ്റെ അടുത്ത് വന്ന് പറയാൻ തുടങ്ങിയായിരുന്നു. എടാ നമ്മുടെ 3 പേര് വൈഫ് മുങ്ങിയോ, ശരി ഇവർക്ക് ജലസാക്കാം. അതിന് അവർ 3 പേർ ഗേൾസിൻ്റെ റൂമർ പറയായിരുന്നു. അവർ 3 പേർക്ക് ഗേൾസ് ആവാൻ തുടങ്ങി. ശരി ഓക്കെടാ നീ എന്നിട്ട് പറഞ്ഞ് ഞാൻ അവർക്ക് ഹീറോയ്ക്ക് 3 ഫ്രണ്ട്സ് ഉണ്ട് ബോയ്സിൽ. അതിന് 3 ഗേൾസ് അവരുടെ കൂടെ ഫോട്ടോ ഇട്ട് പോസ്റ്റ് ചെയ്ത് 3 പേർക്ക് ഹീറോമാർക്ക് കിടപ്പായി. എന്താ ഇവിടെ ആരാ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ കുറേ പോസ്റ്റ് ഇട്ട്. അപ്പം 3 പേര് ഇന്ത്യയൊക്കെ വന്ന് ഹീറോയിൻ അവർ 3 പേരോട് ഇന്ന് 3 പേര് ഇരുന്നിട്ട് സംസാരിക്കാൻ. അപ്പം 3 പേര് വന്ന് 3 പേരെ വൈഫിനെ പിരിച്ചിട്ട് അങ്ങനെ അവർ നോക്കി മുറക്കേറ. അയ്യോ മുറക്കേറ ഇങ്ങനെ ജിമ്മിന് മണ്ടക്കിട്ട് അത് വിക്കായിരുന്നു, അത് ഗേളായിരുന്നു, അത് ബോയല്ലായിരുന്നു. പാവം ഇങ്ങനെ പറഞ്ഞ് അവർ വലിച്ചു നോക്കി അത് വിക്ക് ആയിരുന്നു, അത് ഗേൾസ് ആയിരുന്നു. സോറി സാർ ആക്ടിങ് ചെയ്യാൻ പറഞ്ഞത് എന്ന് പറയുന്നു. ജിമ്മിന് മുറക്കായിരുന്നു, മുറിക്കുക ജഗ്ഗക്ക് മുറിക്കായിരുന്നു. ഹീറോയിൻ നിങ്ങൾ ഗേൾസിനായിട്ട് കറങ്ങോ എന്ന് പറഞ്ഞ് 3 ഹീറോമാരെ വെച്ചിട്ട് തല്ല തുടങ്ങി. ഹീറോയിൻ മമ്മി ഡാഡിക്കും ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സ് മമ്മി ഡാഡിക്കും ഷോക്ക്. എന്താ ഇവിടെ നടക്കുന്നത്? ബേബീസ് വന്നായിരുന്നു. ഹീറോയിൻ മമ്മി എന്ന് പറഞ്ഞ ഹക്ചായിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പോൾ ഇന്ത്യയിലെല്ലാം കറങ്ങായിരുന്നു. ടേസ്റ്റ് നന്നായിട്ട് പോയിരുന്നു. ഇപ്പോൾ കൊറിയയിൽ ബേബീസ് എല്ലാം വളർന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ഈ 3 പേര് 7 പേരിനായിട്ടായി ഗേൾ ബേബി ആയിരുന്നു. നന്നായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനായിട്ട് കുറേ ഡേയ്സ് പോകാൻ തുടങ്ങി, നന്നായിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ട് നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെടും എന്ന് ഓക്കെ. നമ്മൾ നെക്സ്റ്റ് സ്റ്റോറിക്ക് പോവാം. അടുത്ത സ്റ്റോറി നമുക്ക് നോക്കാം. ബൈ ടാറ്റാ.